എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് മിനട്ടോയോട് അവന്റെ ബോഡിയിലുള്ള ആ ഒരു നെഗറ്റീവ് നയൻ ടൈല് അത് പറയും, ആക്ച്വലി നീ ചെയ്ത തെറ്റുകൊണ്ടല്ല നിന്റെ വൈഫ് കുഷീന അവള് മരിച്ചത്. നിന്നെ കഴിഞ്ഞ് നന്നായിട്ട് ഇപ്പൊ നയൻ ടൈൽ പവർ നറൂട്ടോയ്ക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഉറപ്പായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ അവൻ വലിയവനായി മാറും. അപ്പൊ അതേ സമയത്ത് കുട്ടപ്പന്റെ ബോഡിയിലെ നയൻ ടൈല് ഇപ്പൊ നറൂട്ടോട് പറയും, എനിക്ക് ഒരു ഐഡിയ തോന്നുന്നു, നമുക്കതനുസരിച്ച് മുൻപോട്ട് പോയാൽ ഉറപ്പായിട്ടും വിജയിക്കാൻ കഴിയും. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ ഒബീട്ടോയെ കാണിക്കും. ടെൻ ടൈൽ വീണ് കിടക്കുന്ന കാണുമ്പോ ഒബീട്ടോ ഷോക്കാവും. ടെൻ ടൈലിന് ഇങ്ങനെ ഒരു ചലഞ്ച് വീക്ക്നെസ് ഉണ്ടാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. പക്ഷെ ഒബീട്ടോ അവൻ അടുത്ത സെക്കൻഡ് അവന്റെ ആംസ് ഉപയോഗിച്ച് അത് മുഴുവൻ ഹീൽ ചെയ്യാൻ തുടങ്ങും. ഇവിടെ സാസുകയാണെങ്കിൽ ഷോക്കായിട്ട് നറൂട്ടോട് ചോദിക്കും, നിനക്കെങ്ങനെ ഒബീട്ടോയെ അറ്റാക്ക് ചെയ്യാൻ കഴിഞ്ഞു? അതിന് നറൂട്ടോ അവൻ പറയും, ഗാമത്തവള പ്രയോഗിച്ച ആ ഒരു അറ്റാക്ക് അത് അവന്റെ ബോഡിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് സേജ് മോഡ് പവറാണ്. ഒബീട്ടോയും ഇപ്പൊ സേജ് മോഡിലാണ്. എന്നെ കൊണ്ടും സേജ് മോഡിലേക്ക് പോകാൻ കഴിയും. സോ ആ പവർ ഉപയോഗിച്ചാണ് ഞാൻ ഒബീട്ടോയെ അറ്റാക്ക് ചെയ്തത്. സാസുക ഷോക്കാവും. അവൻ ഇതുവരെ സേജ് മോഡിനെ കുറിച്ച് കേട്ടിട്ട് പോലുമില്ല. അപ്പൊ അതേ സമയത്ത് ലോങ് ഷോട്ടില് ഒബീട്ടോ അവനവന്റെ ബോഡിയിലെ പരുക്കുകള് അതൊക്കെ ഹീൽ ചെയ്ത് വീണ്ടും അവന്റെ ഫയർ അത് എനേബിൾ ചെയ്യും. ടോബ്രാമ പറയും, അവൻ വീണ്ടും കരുത്താർജിച്ചിരിക്കുകയാണ്. സോ നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. കട്ട് ചെയ്ത ഒബീട്ടോ അവൻ അടുത്ത സെക്കൻഡ് അവന്റെ പവർ ഉപയോഗിച്ച് ഇൻഫിനിറ്റി സുക്കിനോമി എന്ന് പറഞ്ഞ് നിലത്താഞ്ഞടിക്കും. ആ ഒരു അടിയില് വലിയൊരു വുഡ് ജിപ്സ് ക്രിയേറ്റ് ആയി വലിയൊരു മരം മുകളിലേക്ക് ഉയർന്നു വരും. മാത്രമല്ല അതിൽ വലിയ ഫ്ലവേഴ്സും. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അവര് വണ്ടറടിച്ച് അതിലേക്ക് നോക്കി നിൽക്കും. ആ 4 പൂക്കൾക്കിടയിൽ നിന്നും 4 ടൈൽഡ് ബീസ്റ്റ് ബോംബുകള് ഇപ്പൊ പുറത്തേക്ക് വരും. കിഡ്സുജി പറയും, നമ്മൾ എർത്ത് സ്റ്റൈൽ വാള് അതുപയോഗിച്ചിട്ടും യാതൊരു കാര്യവുമില്ല, അതിനെ തകർക്കാൻ നമ്മളെ കൊണ്ടാവില്ല. ടോബ്രാമ പറയും, 2 ബീസ്റ്റ് ബോംബുകളെ എനിക്ക് ടെലിപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും. പക്ഷെ അപ്പോഴും 2 ബീസ്റ്റ് ബോംബുകള് ഇവിടെ ബാക്കി കാണും. അവറ്റകളെ കൂടെ കൊണ്ടുപോകണമെങ്കിൽ എന്റെ ബ്രദർ ഹാസിറാമ അദ്ദേഹം ആവശ്യമാണെന്ന് പറഞ്ഞ് അവനിപ്പോ ഹാസിറാമയുടെ പേര് വിളിച്ച് നിലവിളിക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഹാസിറാമയും മാധുരയും അവരിപ്പോഴും പൊരിഞ്ഞ ഫൈറ്റിൽ തന്നെയാണ്. കട്ട് ചെയ്ത വീണ്ടും ബാറ്റിൽ ഫീൽഡിലെ ഹാസിറാമയുടെ ക്ലൗൺസ് അവര് പറയും, നമുക്കിനി ഒന്നും ചെയ്യാനില്ല, എത്രയും പെട്ടെന്ന് ദൂരേക്ക് ഓടി രക്ഷപ്പെടാം. അവരോടാനായിട്ട് തയ്യാറെടുക്കുമ്പോഴേക്കും ഒബീട്ടോ അവൻ ഒരുപാട് റാഡുകൾ ക്രിയേറ്റ് ചെയ്ത് അതുപയോഗിച്ച് ആ ഷിനോബികൾക്ക് ചുറ്റും വലിയൊരു ഫെൻസസ് അങ്ങനെ ക്രിയേറ്റ് ചെയ്യും. ഇനി അവർക്ക് പുറത്തേക്ക് പോകാൻ കഴിയില്ല. ഉടനെ നറൂട്ടോ അവനിപ്പോ മിനട്ടോയോട് പറയും, പപ്പ എന്റെ കയ്യില് ഒരു ഐഡിയ ഉണ്ട്. പക്ഷെ അതിനു മുൻപ് ഞാനും പപ്പയും തമ്മിൽ ഒരു ഫീസ്റ്റ് ബോംബ് അടിക്കണം. ആ ഒരു ഫീസ്റ്റ് ബോംബ് അടിച്ച അതേ സമയം 2 നയൻ ടൈലും തമ്മിൽ പരസ്പരം കണക്റ്റഡ് ആവും. നാറൂട്ടോയുടെ നയൻ ടൈല് ഇപ്പൊ മിനട്ടോയുടെ നയൻ ടൈലിനോട് ചോദിക്കും, നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരല്പം പവർ എനിക്ക് തന്നൂടെ? ആക്ച്വലി ഞാൻ എന്നോട് തന്നെ എന്റെ പവർ ചോദിക്കും പോലെയാണ് എനിക്കിപ്പോ തോന്നുന്നത്. അത് കേട്ട് മിനട്ടോയുടെ നയൻ ടൈല് അത് ചിരിക്കും. ഇവിടെ ഒബീട്ടോ അവൻ ഫുൾ കലിപ്പില് നറൂട്ടോട് പറയും, നീ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല. നിനക്കൊരു കാര്യം അറിയോ? നിന്റെ പപ്പ വെറും യൂസ്ലെസ് ആണ്. നിന്റെ അമ്മയെ പോലും നിന്റെ പപ്പയ്ക്ക് രക്ഷിക്കാനായില്ല. അത് മാത്രമല്ല, നാളെയാണ് നിനക്ക് നിന്റെ അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ട ആ ഒരു ദിവസം. അത് കേട്ട് നറൂട്ടോ അവൻ ഷോക്കാവും. നറൂട്ടോ പറയും, എന്തൊക്കെയാണെങ്കിലും എന്റെ അച്ഛനും അമ്മയും മരിച്ചത് ഈ ലോകത്തിന് വേണ്ടിയാണ്, ഈ വില്ലേജിന് വേണ്ടിയാണ്. എന്റെ അച്ഛന് വേണ്ടിയും എന്റെ വില്ലേജിന് വേണ്ടിയും ഞാനിത് ചെയ്യുന്നു പറയും. ഞാൻ നിന്നെ തകർക്കും. അപ്പൊ അതേ സമയത്ത് മിനട്ടോയുടെ നയൻ ടൈല് ഇപ്പൊ നറൂട്ടോയുടെ നയൻ ടൈലിന് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ തുടങ്ങും. ഇവിടെ സാസുകയ്ക്കാണെങ്കിൽ അവന്റെ ഹാർട്ട് ബീറ്റ് കൂടാൻ തുടങ്ങും. സാസുക നറൂട്ടോട് ചോദിക്കും, നറൂട്ടോ ഇനിയെങ്കിലും നിന്റെ പ്ലാൻ എന്താണെന്ന് ഞങ്ങളോട് കൂടെ പറ. പക്ഷെ നറൂട്ടോ ആണെങ്കിൽ അതിന് കൃത്യമായ റിപ്ലൈ കൊടുക്കാതെ വീണ്ടും ഫോക്കസ് ചെയ്ത് നയൻ ടൈലിന്റെ പവർ അത് ബൂസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അടുത്ത സെക്കൻഡ് എല്ലാവരും സർപ്രൈസ്ഡ് ആവും. കാരണം കുട്ടപ്പന്റെ നയൻ ടൈൽ പവർ അത് വീണ്ടും ഷിനോബികളുടെ എല്ലാം ബോഡിയിലേക്ക് തിരികെ എത്തും. മാത്രമല്ല അത് പഴയതിനെ കഴിഞ്ഞും ഡബിൾ സ്ട്രോങ്ങിലായിരിക്കും ഇപ്പൊ അവർക്ക് തിരികെ കിട്ടുക. അപ്പോഴായിരിക്കും ജൂഗോ അവൻ ടെൻഷനായി സാസുകയുടെ അടുത്തേക്ക് ഓടി വരിക. ജൂഗോ പറയും, സാസുക നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോണം, ഇവിടെ എന്തൊക്കെയോ കുഴപ്പങ്ങൾ നടക്കാൻ പോവാണ്. പാമ്പിനെ റിവേഴ്സ് കൊണ്ടുവന്ന് ഈ ഒരു ബാരിയർ അത് തകർത്ത് നമുക്ക് എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടു പോവാം. അതിന് സാസുക അവൻ നറൂട്ടോട് പറയും, നറൂട്ടോ നിന്നെയും ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടുത്താം. നറൂട്ടോ പറയും, അതിന്റെ ആവശ്യമില്ല, നീ എന്റെ അടുത്തേക്ക് വാ, എന്റെ ചക്ര പവർ
അത് ഞാൻ നിനക്ക് തരാം. ആസനാമയാണെങ്കിൽ ഇപ്പൊ കുട്ടപ്പന്റെ പവർ കണ്ട് വണ്ടടിക്കും. നയൻ ടൈലിന്റെ നെഗറ്റീവും പോസിറ്റീവും പവർ ഉപയോഗിച്ചാണ് അവിടെയുള്ള ഷിനോബികൾക്കെല്ലാം ഇപ്പൊ നറൂട്ടോ പവർ കൊടുത്തിരിക്കുന്നത്. അതേസമയം ഒബീട്ടോ, നീ എന്തൊക്കെ ചെയ്തിട്ടും യാതൊരു കാര്യവുമില്ല. നിങ്ങൾക്കാർക്കും എന്റെ വലയത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനാവില്ല എന്ന് പറഞ്ഞ് അവൻ ആ ബ്ലാക്ക് സ്പിയറിലേക്ക് അങ്ങനെ പതിയെ പതിയെ മുഴുവനായിട്ടും മറഞ്ഞു പോകും. ഒബീട്ടോ പോയി അടുത്ത സെക്കൻഡ് ആ 4 ബീസ്റ്റ് ബോംബുകളും അങ്ങനെ പൊട്ടിത്തെറിക്കും. പൊട്ടിത്തെറിച്ച ഉടനെ അതങ്ങനെ ബാരർ വഴി പുറത്തേക്ക് പോവും. നാറൂട്ടോയും മിനട്ടോയും അവർ രണ്ടുപേരും ഒരു കൂസലുമില്ലാതെ അതേ ആക്ഷനിൽ തന്നെ നിൽക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് അല്പസമയം കഴിയുമ്പോൾ ഒബീട്ടോ അവൻ ആ ബ്ലാക്ക് സ്പിയറിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരും. ബീസ്റ്റ് ബോംബ് തകർന്ന് എല്ലാവരും മരിച്ചു കിടക്കുന്ന ഒരു കാഴ്ച കാണാൻ ഒരുപാട് ആകാംക്ഷയോട് കൂടെ അവൻ കണ്ണു തുറക്കും. പക്ഷെ അവൻ കാണുക ആ 9 ടൈൽ പവറിൽ പ്രൊട്ടക്റ്റഡായി നിൽക്കുന്ന ഷിനോബികളെയാണ്. അവനാണെങ്കിൽ ഒരു സെക്കൻഡ് ഫ്രീസായി പോവും. കാരണം 4 ബീസ്റ്റ് ബോംബുകൾ തകർന്നിട്ടും അവിടെയുള്ള ഒരു ഷിനോബിക്ക് പോലും ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. അതുമാത്രമല്ല, നമ്മുടെ ഷിനോബികള് അവരെല്ലാവരും ആ ബാരിയറിൽ നിന്ന് പുറത്തെത്തിയിരിക്കുകയാണ്. ഹിബ, ഷിനോ, ഹിനട്ട, ചോച്ചി അവരൊക്കെ വണ്ടടിക്കും. ഷിനോ പറയും ഇത് ടെലപ്പോർട്ടേഷൻ ജിപ്സു ആണ്, ഇതെങ്ങനെ നറൂട്ടോ പഠിച്ചു? അപ്പോഴായിരിക്കും ഷിക്കമൊരു പറയാ ഇത് നറൂട്ടോയുടെ മാത്രം പവർ അല്ല, മറ്റൊരു പവർ കൂടെ ഇതിൽ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് മിനട്ടോയെ കാണിക്കും. മിനട്ടോ ആണ് ആളുടെ ടെലിപ്പോർട്ടേഷൻ ജിപ്സു അതുപയോഗിച്ച് എല്ലാ ഷിനോബികളെയും പുറത്തെത്തിച്ചത്. ടോബിറാമ പറയും മിനട്ടോ സൂപ്പർ, നീ നിന്റെ പവർ കൊടുത്ത് എല്ലാവരെയും വീണ്ടും രക്ഷിച്ചു. സാസുയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അതിന് നറൂട്ടോ പറയും ഇതെന്റെ പപ്പയുടെ പവറാണ്, ഞങ്ങൾ രണ്ടുപേരും ഫീസ്റ്റ് ബോംബ് അടിച്ച് പരസ്പരം കണക്ട് ചെയ്ത് നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെയും 9 ടൈലിന്റെ പവർ കമ്പൈൻഡ് ആയിട്ടാണ് ഓരോ ഷിനോബികളുടെയും ബോഡിയിൽ പ്രൊട്ടക്ഷനായി 9 ടൈൽ പവർ ജ്വലിച്ച് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ടെലിപ്പോർട്ടേഷൻ ജിപ്സു ആരെയും ടച്ച് ചെയ്യാതെ തന്നെ കറക്റ്റ് ആയിട്ട് ആ 9 ടൈൽ പവറിലൂടെ വർക്ക് ചെയ്തു. അത് കേട്ട് ടോബിറാമ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ക്ലൗൺസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണോ അവർക്കിടയിൽ പവർ പാസ് ചെയ്യുക അതുപോലെ തന്നെ. അത് കേട്ട് കുട്ടപ്പൻ ചിരിക്കും. വാവ്, അടിപൊളി, നിങ്ങളത് കറക്റ്റായിട്ട് കണ്ടുപിടിച്ചു മിസ്റ്റർ ഓൾഡ് മാൻ. അത് ടോബിറാമയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടാവില്ല. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നെ ഓൾഡ് മാൻ എന്ന് വിളിക്കും. നീ ഇപ്പൊ യൂസ് ചെയ്യുന്ന ഷാഡോ ക്ലൗൺ അതുപോലും ഞാൻ കണ്ടുപിടിച്ച ജിപ്സു ആണ്. ഒരുപാട് ജിപ്സു ഞാൻ ഷിനോബി വേൾഡിലേക്ക് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. നറൂട്ടോ ആണെങ്കിൽ അതത്ര കാര്യമാക്കില്ല. നറൂട്ടോ വീണ്ടും മിനട്ടോയോട് പറയും എത്രയും പെട്ടെന്ന് വീണ്ടും നമുക്ക് 4 പേർക്കും ബീസ്റ്റ് ബോംബ് അടിക്കാം. നമ്മുടെ 4 പേരുടെയും പവർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വാറിൽ നമ്മൾ തന്നെ ജയിക്കും. അത് കേട്ട് മിനട്ടോ ഹാപ്പി ആവും. എനിക്ക് ചില കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. നറൂട്ടോ പറയും ഓൾറെഡി ആ കാര്യങ്ങളൊക്കെ അമ്മ എന്നോട് പറഞ്ഞു. നറൂട്ടോയ്ക്കാണെങ്കിൽ അവന്റെ അമ്മ അവസാനമായിട്ട് അവനെ ഉപദേശിച്ച ആ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. ഇതേ കാര്യങ്ങൾ തന്നെയാണ് പപ്പയും അവനോട് പറയാൻ ഒരുങ്ങുന്നതെന്ന് അവന് നന്നായിട്ട് അറിയാം. മിനട്ടോ ചിരിക്കും. മിനട്ടോ അവന്റെ കൈ പിടിച്ച് പറയും നീ എപ്പോഴും നല്ലൊരു ഷിനോബി ആയിട്ട് എല്ലാവരെയും സപ്പോർട്ട് ചെയ്ത് ഫ്യൂച്ചറിൽ ഒരു ഹൊക്കാഗെ ആവണം. നിന്റെ അമ്മ ഞാൻ പറഞ്ഞു തരേണ്ട എല്ലാ കാര്യങ്ങളും നിനക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇനി കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് മിനട്ടോ നറൂട്ടോയെ ഹഗ് ചെയ്യുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.